നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തടഞ്ഞുവെച്ച 18 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധവുമായി കൂട്ടധർണ. വിരമിച്ച കേന്ദ്ര ജീവനക്കാർ CGPA സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുണ്ടേരി കോയോട് പാലത്തിന് ശാപമോക്ഷമാകുന്നു. പുനർനിർമ്മാണം ഉടൻ. അനുമതിയായത് 3,81,00,000 രൂപയുടെ പ്രവൃത്തിക്ക്. നാടുചുറ്റി സൗഹൃദവുമായി തിരിച്ചെത്തി. കണ്ണൂർ മുതൽ കാശ്മീർ വരെ യാത്രയിൽ കൂട്ടായത് ചാർലി. ഇത് ആരെയും വിസ്മയിപ്പിക്കും സൗഹൃദം. വാർത്തകൾ വിശദമായി. വിരമിച്ച കേന്ദ്ര ജീവനക്കാർ CGPA സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ കൂട്ടധർണ നടത്തി. പ്രതിഷേധ സമരം CITU ജില്ലാ സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും എതിരായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്, ഞാൻ അതിന്റെ ഒരു ചിത്രം കുറെ കൂടി വ്യക്തമാക്കാം. കോവിഡ് വ്യാപനം തുടങ്ങിയ സന്ദർഭത്തിൽ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചല്ലോ. ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടു. തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ മരിച്ചു വീഴുകയാണ്. ആ മരിച്ചു വീണവരുടെ മൃതശരീരങ്ങൾ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് സംസ്കരിക്കുന്നതിന് പോലും വകയില്ലാത്ത വിധം ഇന്ത്യയിലുള്ള സാധാരണക്കാർ പാപ്പരീകരിക്കപ്പെട്ട സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ സബ്കെ സാത്ത് സബ്കെ വികാസ് സബ്കെ വിശ്വാസ് മുദ്രാവാക്യം ഉയർത്തുന്നവർ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ളതാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയെ പരിവർത്തനം ചെയ്യിക്കണം. പരിവർത്തനം ചെയ്യിക്കുന്നതിൽ ആർക്കും ആക്ഷേപമില്ല. പക്ഷെ ഒരു കാര്യം, ആ പരിവർത്തനം ചെയ്യിക്കുന്നത് ആരുടെ പക്ഷത്തേക്കായിരിക്കണം? ജനങ്ങളുടെ പക്ഷത്തേക്കായിരിക്കണം. നാഷണൽ പെൻഷൻ സ്കീം റദ്ദു ചെയ്ത് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക. തടഞ്ഞുവെച്ച 18 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക. പാർലമെന്ററി കമ്മിറ്റി ശുപാർശകൾ സമയബന്ധിത പെൻഷൻ വർധന, മെഡിക്കൽ അലവൻസ് വർധന ഇവ ഉടൻ അനുവദിക്കുക. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കുക. 8ാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കുക. BSNL ബാങ്ക്സ് മേഖലകളിൽ വൈകിയ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക. മുതിർന്ന പൌരന്മാർക്കുള്ള റെയിൽവേ യാത്രാ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വിവിധ സംഘടനാ പ്രതിനിധികളായ പുതിയടവൻ നാരായണൻ, AIPRPA K. മോഹനൻ, P. മനോഹരൻ, സുജികുമാർ, അനിൽ, KV നാരായണൻ എന്നിവർ സംസാരിച്ചു. EP ജയരാജന്റെ ഭാര്യയുടെ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് കേസ്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം EP ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെയാണ് കേസ്. തിരുവനന്തപുരത്തെ DCC അംഗം ഡിക്രൂസിനെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ വ്യാജ ഫോട്ടോ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരത്തെ DCC അംഗം ഡിക്രൂസിനെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്ക് വഴി വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തത്. രാജീവ് ചന്ദ്രശേഖരനും EP ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്ന കോൺഗ്രസ് ആരോപണം ശക്തമാവുന്നതിനിടയിലാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം മഹോത്സവത്തിന് കൊടിയേറി. പറവൂർ BN തങ്കപ്പൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം മഹിളാ സംഘം അവതരിപ്പിച്ച ഭജനയും നടന്നു. കൊടിയേറ്റ് ദിവസം കക്കാട് തുളിച്ചേരി ഉത്സവ കമ്മിറ്റി വകയാണ് പരിപാടികൾ നടക്കുക.
ഭക്ഷ്യവസ്തുക്കളിൽ വിഷസാന്നിധ്യം ഏറുമ്പോൾ സർക്കാർ നിയമം കൈയൊഴിഞ്ഞ് നിസ്സഹായരായി ഇരിക്കുകയാണെന്ന് ലിയാനാർഡോ ജോൺ. വ്യാജ കറുവപ്പട്ടയായ കാസിയയ്ക്കെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന ലിയാനാർഡോ ജോൺ വർഷങ്ങളായി ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ട് കേരളത്തിലെ കറിപ്പൊടികളിൽ ചേർക്കുന്ന മായം കണ്ടെത്തിയിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ലിയാനാർഡോ ജോൺ പറഞ്ഞു. അപ്പോൾ ഈ സുഡാൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേട്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല. സുഡാൻ ഒന്നേ ഉള്ളൂ. ഇത് സുഡാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. റോഡോമൈൻ എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ സാധനത്തിന് അവർ അറിയപ്പെടുന്ന 6 പേരുകളിലാണ്. ആ പേര് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് പേരിൽ ഞാൻ പറയുന്നില്ല. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും യൂസ് ഒന്ന് തന്നെയാണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ ഓയിൽ, പല ടൈപ്പ് ഓയിലിന് കളർ ചേർക്കാനോ, വാക്സിന് കളർ ചേർക്കാനോ, ഗ്രീസിന് കളർ ചേർക്കാനോ, ഹൈഡ്രോ കാർബണിന് കളർ ചേർക്കാനോ, നമ്മളെ എക്രലിക് ഇമൽഷൻ പെയിൻ്റ് അടിക്കുന്നതിന് കളർ ചേർക്കുന്ന സാധനമാണ്. ഈ ഭക്ഷണമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സാധനമാണ് നമുക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് 2നും ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻ ചെന്ന് കഴിഞ്ഞാൽ 2 ഇഫക്റ്റാണ്. ഒന്ന്, സുഡാൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ക്യാൻസറും DNA മാറ്റം വരുന്നതുകൊണ്ട് അമ്മമാർക്ക് ഉണ്ടാകുന്ന മുഴുവൻ കുട്ടികൾ വികലാംഗയാവും. അതുകൊണ്ടാണ് എൻ്റെ കേസ് സുപ്രീം കോടതി അന്ന് ഫ്രീ ആയിട്ട് ഏറ്റെടുത്ത്, പിന്നെ പല കമ്പനികൾ പാര വെച്ച് അത് തിരിച്ചു അവർ റിജക്റ്റ് ചെയ്തായിരുന്നു ഞാൻ അയച്ച പൈസ. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ VB ചന്ദ്രചൂഡാണ് അതിൻ്റെ ചെയർമാൻ, അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ പുള്ളി 2 വികലാംഗ കുട്ടികളെ ജാർഖണ്ഡിൽ നിന്ന് എടുത്തു വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഉണ്ടായെന്ന പുള്ളിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് എടുത്തത്. രണ്ടാമത് ഞാൻ അയച്ച പൈസ 2 പ്രാവശ്യമായിട്ട് തിരിച്ചു വിട്ട്. ഇപ്പം ഈ റോഡോമൈൻ എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിഡ്നി, ലിവറിനെ ഡാമേജ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ വയറ്റിൻ്റെ അകത്ത് ഈ അൾസർ ഉണ്ടാക്കും, ട്യൂമറൊക്കെ ഉണ്ടാക്കുന്ന ഈ സാധനം കൊണ്ടാണ്. കേരളത്തിലെ കറിപ്പൊടികളിലും പ്രത്യേകിച്ച് മുളകുപൊടി മസാലകളിലും കീടനാശിനികളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മസാലകളിൽ, തുണിത്തരങ്ങളിൽ ഉപയോഗിക്കുന്ന സുഡൻ റെഡ് അടങ്ങിയിട്ടുണ്ടെന്ന് ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 3 വർഷമായിട്ടും ഒരു നടപടിയുമില്ലാത്ത സ്ഥിതിയാണ്. സുഡൻ റെഡ് കളറുകൾ പെയിന്റ്, ഗ്രീസ്, ഓയിൽ എന്നിവയ്ക്കും കളർ നൽകാൻ ഉപയോഗിക്കുന്നതാണ്. കർണാടകത്തിൽ ഭക്ഷ്യസുരക്ഷാ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് 170 ഗോപി മഞ്ചൂരി വിഭവത്തിലെ 107 എണ്ണത്തിൽ കളർ വകഭേദമായ റോഡോമൈൻ കണ്ടെത്തിയ സംഭവത്തിലും 15 സാമ്പിൾ മിഠായിയിലെ നിരോധിത കളർ സാന്നിധ്യത്തിലും സത്വര നടപടികൾ തുടരുകയാണ്. കേരളത്തിൽ കാക്കനാട് ലാബിൽ പരിശോധിച്ച 20 കേരള കമ്പനികളുടെ മുളക് മസാലകളിൽ 11 തരം കീടനാശിനി കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വിവരാവകാശ പ്രകാരം അന്വേഷണം നടത്തിയപ്പോൾ വ്യക്തമായ മറുപടി തരാതെ സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ് എന്നും ലിയനാർഡോ ജോൺ പറഞ്ഞു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തടഞ്ഞുവെച്ച 18 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധവുമായി കൂട്ടധർണ. വിരമിച്ച കേന്ദ്ര ജീവനക്കാർ CGPA സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുണ്ടേരി കോയോട് പാലത്തിന് ശാപമോക്ഷമാകുന്നു. പുനർനിർമ്മാണം ഉടൻ. അനുമതിയായത് 3,81 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക്. നാടുചുറ്റി സൗഹൃദവുമായി തിരിച്ചെത്തി. കണ്ണൂർ മുതൽ കാശ്മീർ വരെ യാത്രയിൽ കൂട്ടായത് ചാർലി. ഇത് ആരെയും വിസ്മയിപ്പിക്കും സൗഹൃദം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. തെക്കൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ വിസ്മയിപ്പിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്ത വിവിധ ഇനം റൈഡുകൾ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ. ഏപ്രിൽ 5 വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രശസ്ത സിനിമാ താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു. വാർത്തയിലേക്ക്. മുണ്ടേരി കോയ്യോട് പാലത്തിന് 3.81 കോടിയുടെ ഭരണാനുമതിയായി. മുണ്ടേരി പഞ്ചായത്തിനെയും കുറ്റിയാട്ടൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം 1986 നിർമ്മിച്ചത്. ശോച്യാവസ്ഥയിലായ കോയ്യോട് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 3.81 കോടി രൂപയാണ് പുതുക്കിയ ഭരണാനുമതി ലഭിച്ചത്. ദിവസേന വലുതും ചെറുതുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വലിയന്നൂർ നായാട്ടുപാറ റോഡിലെ ഈ പാലം കാലപ്പഴക്കത്താലും ഉപ്പുവെള്ള ഭീഷണിയാലും തകർച്ച ഭീഷണി നേരിടുന്ന പാലത്തിന്റെ അവസ്ഥ നിരവധി വർഷങ്ങൾക്ക് മുമ്പേ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് അണ്ടലൂർ പറശ്ശിനിക്കടവ് പാലം റോഡ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് അപകട ഭീഷണി നേരിടുന്ന ഈ പാലത്തിന്റെ കൈവരിയും ഉപരിതലവും മാത്രം പുതുക്കി പണിതിരുന്നു. ഇപ്പോൾ പാലത്തിന്റെ അടിഭാഗത്തെ കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് തള്ളി അപകടകരമായ അവസ്ഥയിലാണുള്ളത്. പുതുക്കിയ എസ്റ്റിമേറ്റ് തുക ലഭിച്ചത് ആശ്വാസകരമാണെന്നും സ്ഥലം MLA രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടൽ ഏറെ ഗുണം ചെയ്തതായും എത്രയും പെട്ടെന്ന് പാലം പ്രവൃത്തി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ പറഞ്ഞു. വലിയന്നൂർ നായാട്ടുപാറ റോഡിൽ മുണ്ടേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊയ്യോട്ട് പാലം അതിൻ്റെ 34 വർഷമായിട്ടുള്ള പഴക്കം ഉപ്പുവെള്ളത്തിൻ്റെ കൂടുതൽ വരവുണ്ടായിരിക്കാം, കാലപ്പഴക്കം ചെന്ന് ഇപ്പോൾ ദ്രവിച്ച് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലം MLAയും മന്ത്രിയുമായിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് 2 വർഷം മുമ്പേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഇതിന് തുക വകയിരുത്തിയത്. ഇപ്പോൾ കൂടുതൽ തുക വെച്ച് ഇത് പുനഃക്രമീകരിച്ച് ഇപ്പോൾ അത് ഔദ്യോഗികമായിട്ട് പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. മുണ്ടേരി പഞ്ചായത്തിനെയും കുറ്റ്യാട്ടൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതും ശ്രീകണ്ഠാപുരം, മലപ്പട്ടം, മയ്യൻ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വാഹനങ്ങൾക്കും ജനങ്ങൾക്കും ബന്ധപ്പെടാനുള്ള അവസരമുണ്ടാക്കുന്ന പ്രധാന ഒരു വഴിയാണ് ഈ പാലം വഴി. പാലം ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് പുതുക്കിപ്പണിയുക എന്നുള്ളത് വലിയ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അത് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ PWD അംഗീകരിച്ച് അതിൻ്റെ തുക വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുന്നതിനും ആരംഭിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എഴുത്തുകാരനും കവിയും അധ്യാപകനുമായ VK ദിവാകരന്റെ പുതിയ കവിതാ സമാഹാരം ജലവേലികൾ മാർച്ച് 23 പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ പിന്നണി ഗാനരചയിതാവ് ബാപ്പു ബാവാട്, കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും. ദിവാകരൻ മാസ്റ്ററുടെ ഒരു പുസ്തകം ജലവേലികൾ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം മാർച്ച് 23 ശനിയാഴ്ച ജവഹർ ലൈബ്രറിയിൽ വെച്ച് പ്രകാശനം നിർവഹിക്കപ്പെടുന്നു. ആ ഒരു വാർത്ത അറിയിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പുസ്തക പ്രകാശനം നടത്തുന്നത് ശ്രീ ബാപ്പു വാവോട് എന്നവരും ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സുരേഷ് ബാബു എളയാവൂരുമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ശ്രീ നാരായണൻ കാവുമ്പായി അവറുകളുമാണ്. കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ C. അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി പുസ്തകത്തെ പരിചയപ്പെടുത്തും. തുടർന്ന് VK ദിവാകരൻ മാസ്റ്റർ മറുമൊഴി ഭാഷണം നടത്തും. രാധാകൃഷ്ണൻ മാണിക്കോത്ത്, TKD മുഴപ്പിലങ്ങാട്, CK പ്രശാന്ത് കുമാർ, B. സഹദേവൻ, E. ചന്ദ്രൻ മാസ്റ്റർ, രൂപ രാജേന്ദ്രൻ, ഋഷി K. ബൈജു തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് കവിതാലാപനവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ VK ദിവാകരൻ, അഡ്വക്കേറ്റ് പ്രമോദ് കാളിയത്ത്, TP ഐദാസ്, NC ശശിധരൻ, CK പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
പേരാമ്പ്ര വാളൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതിയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി. മലപ്പുറം കൊണ്ടോട്ടി കാവുങ്ങൽ ചെറുപറമ്പ് കോളനി സ്വദേശി മുജീബ് റഹ്മാനെയാണ് ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂർ കോളളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മോഷ്ടിച്ച ബൈക്കിൽ ലിഫ്റ്റ് നൽകിയാണ് വാളൂരിലെ അനുവിനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് കൂടാളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP നൌഫലിന്റെ ബൈക്ക് മോഷണം പോയത്. ഇവിടെ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിച്ചാണ് ലിഫ്റ്റ് നൽകി യുവതിയെ തോട്ടിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. മുളിയങ്ങലിൽ ഇറക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബൈക്കിന്റെ പിന്നിൽ കയറ്റുകയായിരുന്നു. തോടിന്റെ പാലത്തിനടുത്തെത്തിയപ്പോൾ ബൈക്ക് നിർത്തി തോട്ടിലേക്ക് തള്ളിയിട്ടായിരുന്നു കൊലപാതകം. മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് മുജീബ് വാളൂരിലെത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ബൈക്ക് മലപ്പുറം എടവണ്ണപ്പാറ അങ്ങാടിക്കടുത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് വീടിന്റെ പിന്നിലെ ചെങ്കൽ മതിലിന്റെ കല്ലുകൾ നീക്കിയാണ് ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയത്. പേരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ ബൈക്ക് മോഷ്ടിച്ച വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആന്റി റാഗിംഗ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദികടലായി ലീഡേഴ്സ് കോളേജിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ വിൻസി ആൻഡ് പീറ്റർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ആന്റി റാഗിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാദമിക് ആദ്യ സമയങ്ങളിലായിരിക്കും. പക്ഷെ ഇത് ഏറ്റവും അവസാനമാണ്. എന്നിരുന്നാൽ തന്നെയും ഇനി പ്രിൻസിപ്പൾ പറഞ്ഞുകൊണ്ട് അടുത്ത വർഷത്തെ സീനിയേഴ്സ് ആണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതാണ് നിങ്ങൾ വേണ്ടത്. ഇപ്പം റാഗിങ് സാധാരണ പണ്ട് മുതലോ ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യം BC 8-ാം നൂറ്റാണ്ട് മുതലൊക്കെ ഈ റാഗിങ് എന്ന് പറയുന്ന സംഗതി ലോകത്തുണ്ടായിരുന്നു. ഗ്രീക്ക് പോളിറ്റിക്സിന്റെ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അതിനുശേഷം അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു. ലോകത്തിന്റെ പല ഭാഗത്തായി മിലിറ്ററി ക്യാമ്പുകളിൽ വന്നു. പിന്നെ അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. പിന്നീട് അത് വളരെ എന്താ പറയുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറി. ഇന്ത്യയിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ റിപ്പോർട്ട് വന്നത് 1996 തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പയ്യൻ റാഗിങ്ങിന് വിധേയനായിട്ട് മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ഒരു ആന്റി റാഗിംഗ് ലോ തന്നെ കൊണ്ടുവന്നത്. ലീഡേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സിറ്റി സബ് ഇൻസ്പെക്ടർ RP വിനോദ് ക്ലാസ് എടുത്തു. PLV-മാരായ VV പുഷ്പരാജൻ, സുമേഷ് CM എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ നയന റാണി, സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് ദേവിക P തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. 50-ലധികം കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തടഞ്ഞുവെച്ച 18 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധവുമായി കൂട്ടധർണ. വിരമിച്ച കേന്ദ്ര ജീവനക്കാർ CGPA സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുണ്ടേരി കോയോട് പാലത്തിന് ശാപമോക്ഷമാകുന്നു. പുനർനിർമ്മാണം ഉടൻ. അനുമതിയായത് 3,81,00,000 രൂപയുടെ പ്രവൃത്തിക്ക്. നാടുചുറ്റി സൗഹൃദവുമായി തിരിച്ചെത്തി. കണ്ണൂർ മുതൽ കാശ്മീർ വരെ യാത്രയിൽ കൂട്ടായത് ചാർലി. ഇത് ആരെയും വിസ്മയിപ്പിക്കും സൗഹൃദം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
ഇരിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. തെക്കൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ വിസ്മയിപ്പിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്ത വിവിധ ഇനം റൈഡുകൾ ഇനി കണ്ണൂർ പോലീസ് മൈതാനിയിൽ. ഏപ്രിൽ 5 വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രശസ്ത സിനിമാ താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു. വാർത്തയിലേക്ക്. അപകടത്തിൽപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളിയെ രക്ഷിച്ച പൊള്ളയാട്ടെ CV ബിജു, PP ഗണേശൻ, കളത്തിൽ രാഘവൻ എന്നിവരെ തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. തെങ്ങുകയറ്റ തൊഴിലാളി തട്ടേരിയിലെ തോട്ടപ്പള്ളി അനിൽ തേങ്ങ പറിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടപ്പോഴാണ് രക്ഷകരായി നാട്ടുകാർ എത്തിയത്. അഗ്നിരക്ഷാ സേനയ്ക്ക് വേണ്ടി ഇവരുടെ വീടുകളിൽ എത്തിയാണ് മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തത്. അപകടം കണ്ട ഉടനെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്ത പൊള്ളയാട്ടെ CV ബിജു അതിസാഹസികമായി തെങ്ങിൽ കയറി ജീവൻ രക്ഷിച്ച PP ഗണേശൻ, കളത്തിൽ രാഘവൻ എന്നിവരെ തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അഗ്നിരക്ഷാ സേനയ്ക്ക് വേണ്ടി മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബാലചന്ദ്രൻ CV, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷജിൽ കുമാർ, ബിജു K, ദയാൽ PV, ഗിരീഷ് PV എന്നിവരാണ് ഇവരുടെ വീടുകളിലെത്തി ആദരിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാതമംഗലം പേരൂർ വരിക്കച്ചാൽ താഴത്ത് നീലമന ഇല്ലം നവചണ്ഡികായാഗം ഏപ്രിൽ 17 തുടങ്ങി 19 സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 17 വൈകുന്നേരം 5 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം 5 മണിക്ക് യാഗശാലയിലേക്ക് എത്തുന്ന പൂർണ്ണകുംഭം ബദ്രിനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി സ്വീകരിക്കും. നരസിംഹാടിയാണ് ഈ യാഗം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് സ്വാഗത സംഘത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം മേശാന്തി മരങ്ങാട്ടില്ലത്ത് ശങ്കരനാരായണ പ്രസാദ് അവർകൾ എൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം യാഗത്തിൻ്റേതായ കാര്യങ്ങളൊക്കെ ഏപ്രിൽ 18, 19 തീയതികളിലാണ് നടക്കുന്നതും. യാഗശാലയിലേക്ക് ദേശക്കാരുടെ കലവറ നിറക്കൽ എന്നുള്ള ഒരു ചടങ്ങും, അത് കഴിഞ്ഞതിന് ശേഷം 19-ാം തീയതി 18-ാം തീയതി രാവിലെ ഒരു മഹാഗണപതി ഹോമം, അത് കഴിഞ്ഞതിന് ശേഷം അഖില തന്ത്രിമണ്ഡലം കണ്ണൂർ ജില്ലയുടെയും യോഗക്ഷേമ സഭയുടെയും ഉപാസഭാംഗങ്ങളുടെയും ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കുങ്കുമലക്ഷാർച്ചന, അത് കഴിഞ്ഞ് വൈകുന്നേരം യാഗശാലയിലേക്ക് ബദ്രിനാഥ് റാവൽജി, സൈനസ് വടക്കേ ചന്ദ്രമേനിലത്ത് ഈശ്വരപ്രസാദ് നമ്പൂതിരി പൂർണ്ണകമ്പ നൽകി സ്വീകരിക്കൽ. ഡോക്ടർ നരസിംഹ അഡിഗ, ഡോക്ടർ സുബ്രഹ്മണ്യ അഡിഗ, താഴത്ത് നീനമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും. P ചന്ദ്രശേഖരൻ IPS, സജിത പൊള്ളത്ത് എന്നിവർക്ക് സ്വീകരണം നൽകും. വൈകുന്നേരം 6 മണിക്ക് ധ്വജാരോഹണം, യാഗശാലയിൽ ഭദ്രദീപം തെളിയിക്കൽ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ബ്രഹ്മശ്രീ താഴത്ത് നീലമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി, പനങ്ങാട് ഇല്ലത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി, കീഴ്പ്പാട് മനോജ് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള NGO സംഘ് 45-ാം കണ്ണൂർ ജില്ലാ സമ്മേളനം മാർച്ച് 22, 23 തീയതികളിൽ കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കൗൺസിൽ യോഗത്തോടെ സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടറി സജീവൻ ചാത്തോത്ത് ഉദ്ഘാടനം ചെയ്യും. 22, 23 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. 22-ാം തീയതി ജില്ലാ കൗൺസിലും തുടർന്ന് 23-ാം തീയതി ഉദ്ഘാടന സമ്മേളനമാണ് നടക്കുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് NGO സംഘിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബാബുരാജ് അവറുകളാണ്. മലപ്പുറം സ്വദേശിയായ അദ്ദേഹമാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് നമ്മുടെ സാംസ്കാരിക സമ്മേളനവും അതിനുശേഷം അനുമോദന സഭയും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് സംഘടനാ ചർച്ചയും അതിനുശേഷം സമാപന സമ്മേളനം എന്ന രീതിയിലാണ് നമ്മൾ സമ്മേളനത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് പല സർവീസ് സംഘടനകളും മാറി മാറി വരുന്ന ഭരണകൂടത്തിന് അനുകൂലമായി ഭരണാനുകൂല സംഘടനകൾ
ജീവനക്കാരുടെ പരമപ്രധാനമായ ആവശ്യങ്ങളും നേടിയെടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു. ശനിയാഴ്ച രാവിലെ നടക്കുന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ആർ കെ പ്രമോദ് അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക സദസ്സ്, അനുമോദന സഭ, സംഘടനാ ചർച്ച, പ്രമേയ അവതരണം എന്നിവ സമ്മേളനത്തിൽ നടക്കും. സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ ദേശീയ ബോധമുള്ള ഒരു സംഘടന ഉണ്ടാകണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് 4.5 പതിറ്റാണ്ട് മുമ്പ് കേരള NGO സംഘ് രൂപീകരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആർ കെ പ്രമോദ്, സെക്രട്ടറി M നാരായണൻ, കെ പ്രശാന്ത്, കെ പി രാജേഷ്, TN പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇന്ത്യൻ ജനതയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും വേട്ടയാടാനുമുള്ള പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനെതിരെ യുവതയുടെ പ്രതിഷേധം. LDYF നേതൃത്വത്തിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ യുവജന രോഷം ഇരമ്പി. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാൾടെക്സിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് കണ്ണൂർ സിറ്റിയിൽ സമാപിച്ചു. LDYF സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും കശാപ്പ് ചെയ്യാൻ സംഘപരിവാരം പോലും തകർത്തെറിയാൻ വേണ്ടി ശ്രമിക്കുന്ന RSS അജണ്ടകൾക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDYF സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരും ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഹിന്ദുരാഷ്ട്ര നിർമ്മാണം എന്ന RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. മതത്തിന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് യുവാക്കളാണ് നൈറ്റ് മാർച്ചിൽ അണിചേർന്നത്. കണ്ണൂർ കാൾടെക്സിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കണ്ണൂർ സിറ്റിയിൽ സമാപിച്ചു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജനാണ് മാർച്ചിന് നേതൃത്വം നൽകിയത്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, ജില്ലാ ട്രഷറർ KG ദിലീപ്, PM അഖിൽ, മുഹമ്മദ് സിറാജ്, K രജിനം, ശ്രീരാമൻ, AP അൻവീർ, ഷിബിൻ കാനായി, റിനീഷ് മാത്യു, KV രജീഷ്, KR ശ്രീകാന്ത്, KV സാഗർ, അഷ്റഫ് പിലാത്തറ, ഗോപി കൃഷ്ണൻ, അമൽ ജോയി കോന്നക്കൽ എന്നിവർ സംസാരിച്ചു. ഇനി ഒരു കഥ പറയാം. അഭി എന്ന ചെറുപ്പക്കാരനും ചാർലി എന്ന തെരുവ് നായയും ഇന്ത്യ ചുറ്റിയ കഥ, അതും സൈക്കിളിൽ. കണ്ണൂരിൽ നിന്നും കാശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ട അഭിയോടൊപ്പം ചാർലി എത്തുന്നത് മുംബൈയിലെ തെരുവിൽ നിന്നാണ്. ആ കഥ ഇങ്ങനെ. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകാനാണ് ഈ ചെറുപ്പക്കാരൻ സൈക്കിളിൽ യാത്ര ചുറ്റാനിറങ്ങിയത്. കണ്ണൂരിൽ നിന്നും ഒറ്റയ്ക്ക് കാശ്മീർ വരെ ഒരു യാത്ര. അതിനിടയിൽ സമൂഹത്തിന് തന്നാലാവുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. പോകുന്ന വഴികളിലെല്ലാം പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം നൽകിയും ഭക്ഷണം നൽകിയും മുന്നോട്ടുപോയി. മുംബൈ വരെയായിരുന്നു ആ യാത്ര ഒറ്റയ്ക്ക്. പിന്നെ കൂടെ കൂടി ചാർലി എന്ന നായ. മുംബൈ സിറ്റിയിൽ അവശനായി കണ്ട അവനെ ഉപേക്ഷിച്ചു പോകാൻ അബിക്ക് മനസ്സു വന്നില്ല. നല്ല മനസ്സുകളോട് സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചു എന്തു ചെയ്യണമെന്ന്. അവർ നൽകിയ ഉപദേശം കൂടെ കൂട്ടാനായിരുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഈ സൗഹൃദത്തിന് 1 വർഷം പൂർത്തിയാകാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ പേര് അബി എന്നാണ്. എൻ്റെ സ്ഥലം ഇവിടെ കണ്ണൂര് ആലക്കോടാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ. അപ്പം ഏകദേശം എൻ്റെ കഴിഞ്ഞ യാത്ര തുടങ്ങിയിട്ട് 1 വർഷം കൊണ്ടാണ് അവസാനിപ്പിച്ചത്. അപ്പം ഞാൻ ഇവിടുന്ന് തുടങ്ങിയ യാത്ര കാശ്മീര്, ലഡാക്ക്, അതുപോലെ തന്നെ ലഡാക്കിൽ നിന്ന് മണാലി വഴിയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. അപ്പം ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര കാസർഗോഡ്, അത് കഴിഞ്ഞ് മംഗലാപുരം, ഗോവ, മുംബൈ, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, അവിടുന്ന് പിന്നെ കാശ്മീരിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പം യാത്ര പോകുന്നതിനിടയിൽ വെച്ചിട്ടാണ് എനിക്ക് ചാർലിനെ കിട്ടുന്നത്. മുംബൈയിൽ വെച്ചിട്ടാണ് എനിക്ക് ചാർലിനെ കിട്ടുന്നത്. ഏകദേശം 1 മാസം പ്രായമുള്ള സമയത്താണ് കേട്ടോ എനിക്ക് ചാർലിനെ എൻ്റെ കൂടെ ഞാൻ കൂട്ടുന്നത്. പിന്നെ ഏകദേശം ഒരു 10 മാസത്തോളം എൻ്റെ കൂടെ തന്നെ യാത്രയിൽ ചാർലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചാർലിനെ കിട്ടുന്നത് റോഡിന് സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ യാത്രയിൽ പോകുന്ന വഴിക്ക് ഞാൻ ഈ ആനിമൽസിനൊക്കെ വെള്ളവും ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വഴിയിൽ വെച്ചിട്ടാണ് ചാർലിനെ കിട്ടുന്നത്. അതായത് മുംബൈ സിറ്റിയിൽ തന്നെയാണ് മെയിനായിട്ട്. ഞാൻ നോക്കുമ്പം റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവായിരുന്നു. നടക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വണ്ടിയൊക്കെ ഇടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പോവായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു, കൂടെ കൂട്ടണോ വേണ്ടയോ. സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂട്ടാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചാർലിനെ എൻ്റെ കൂടെ കൂട്ടുമായിരുന്നു കേട്ടോ.
അപ്പോൾ എൻ്റെ യാത്രയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സേവ് ദി എർത്ത് എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ എൻ്റെ സൈക്കിളിന്റെ പുറകിൽ ചെറിയൊരു ബോക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് റോഡ് സൈഡിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളൊക്കെ കളക്ട് ചെയ്തിട്ട് ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു വഴിയിൽ നിന്നൊക്കെ കിട്ടുന്ന കുപ്പികളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സൈക്കിളിന്റെ പുറകിൽ ചെറിയൊരു പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പെട്ടിയിലാണ് നമ്മൾ ചാർലീനെ പിന്നീട് അതിലാണ് കൂട്ടിക്കൊണ്ട് പോയത്. പിന്നെ ചാർലിയുടെ വീടാക്കി ആ ഒരു പെട്ടിയുമായിട്ടുമാണ് കേട്ടോ ചെയ്തത്. അപ്പം ചെറുപ്പത്തിൽ തന്നെ യാത്ര ചെയ്യുന്ന കാരണം ഏകദേശം യാത്രയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറിയ പിന്നെ അടങ്ങിയിരുന്നോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരും ഉപദ്രവിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ വണ്ടികൾ വരുമ്പോൾ ഇങ്ങനെ കുലുങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് വണ്ടി ഓടുന്ന സമയത്ത് അടങ്ങി കിടന്നോളും വണ്ടി തന്നെ. വഴിക്കുള്ള നായ്കളെ കാണുമ്പോൾ കുരക്കലുണ്ടോ? അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കില്ല. ഇപ്പൊ നിലത്ത് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നല്ലാണ്ട് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് പ്രശ്നമൊന്നും ആക്കില്ല. ഭക്ഷണം എങ്ങനെ? ഫുഡ് ഓർമ്മ എന്നാ ഇതിന് സ്പെഷ്യൽ ഫുഡ് അല്ല നിങ്ങൾ കഴിക്കുന്ന ഫുഡ്? എല്ലാം കഴിക്കും ഫുഡ്. കാരണം നമ്മള് ചെറുപ്പം തൊട്ട് യാത്ര ചെയ്ത കാരണം നമുക്ക് കിട്ടുന്ന സംഭവമായിരുന്നല്ല ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നോർത്തിലോട്ടൊക്കെ നോൺ വെജ് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പം അവിടെയുള്ള ഭക്ഷണം തന്നെ കഴിക്കുന്ന കാരണം ഇപ്പോൾ എല്ലാ ഭക്ഷണവും തന്നെ കഴിച്ചോളൂ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിമാൻഡൊന്നുമില്ല. പിന്നെ രാവിലത്തെ മറ്റേ ഇതിന് പോകുമ്പോ അതിനെന്താ ഒച്ചയാക്കുന്നുണ്ടോ? അപ്പൊ തിരിയോ നിങ്ങൾക്ക്? വണ്ടിയിലൊന്നും ചെയ്യില്ല, കൂട്ടിലൊന്നും ചെയ്യില്ല. കൂട്ടി കയറ്റിയാൽ അവിടെ ഒന്നും ചെയ്യില്ല. അപ്പം പുറത്തിറക്കി കഴിഞ്ഞാലേ ഇതെല്ലാം ചെയ്യുള്ളൂ. അതിനിപ്പോ ഇങ്ങനെ ഒച്ചയാക്കി വിളിക്കും നമ്മളെ. അന്ന് തൊട്ട് ഇന്ന് വരെ നിഴലായി അഭിക്കൊപ്പമുണ്ട് ചാർലി. എന്തു ഭക്ഷണവും കഴിക്കും. ദുർഘടമായ യാത്രയിലും അവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സൈക്കിളിൽ നാട് ചുറ്റുക എന്നത് ഇത്തിരി കടുപ്പമേറിയ പണി തന്നെയാണ്. കുന്നും മലകളും ദുർഘടപാതകളും അവൻ താണ്ടുമ്പോൾ ശക്തിയായി കൂടെയുണ്ടായിരുന്നത് ചാർലി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സൈക്കിളിന്റെ പിറകിൽ ബോട്ടിലുകൾ ശേഖരിക്കാനായി കെട്ടിവെച്ചൊരു ബോക്സ് ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചു വരുന്ന വഴിയിൽ പിന്നെ അത് ചാർലിയുടെ വീടായി മാറി. നിറഞ്ഞ വാത്സല്യമായിരുന്നു എവിടെയും ഈ ചെറുപ്പക്കാരനും ചാർലിയും ഏറ്റുവാങ്ങിയത്. ഇന്ന് യാത്ര കഴിഞ്ഞ് സ്വദേശത്തെത്തിയ സന്തോഷത്തിലാണ് രണ്ടുപേരും. ഈ കഥ കേട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ അവയൊക്കെയും മാറ്റി നിർത്തും അഭിയും ചാർലിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥ. സിറ്റി ന്യൂസ്, കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6035 രൂപ, പവന് 48,280 രൂപ, വെള്ളി 78 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തടഞ്ഞുവെച്ച 18 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധവുമായി കൂട്ടധർണ. വിരമിച്ച കേന്ദ്ര ജീവനക്കാർ CGPA സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുണ്ടേരി കോയോട് പാലത്തിന് ശാപമോക്ഷമാകുന്നു. പുനർനിർമ്മാണം ഉടൻ. അനുമതിയായത് 3,81 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക്. നാടുചുറ്റി സൗഹൃദവുമായി തിരിച്ചെത്തി. കണ്ണൂർ മുതൽ കാശ്മീർ വരെ യാത്രയിൽ കൂട്ടായത് ചാർലി. ഇത് ആരെയും വിസ്മയിപ്പിക്കും സൗഹൃദം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.